ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 6ാം ക്ലാസ്സിലെ മാത്സിന്റെ 6ാമത്തെ ചാപ്റ്റർ ആണ്. ഏതാണ്? ഗുണിതങ്ങളും ഘടകങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പറയാനുള്ളത് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഗുണിതങ്ങളുടെ ഗണിതം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഗുണിതങ്ങളെ കുറിച്ച് 5ാം ക്ലാസ്സിൽ സംഖ്യകൾക്കുള്ളിൽ എന്ന പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നോക്കിക്കേ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? അടുത്ത് 1, 2, 3 എന്നിങ്ങനെ സംഖ്യകളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്നിങ്ങനെയുള്ള എണ്ണൽ സംഖ്യകളെല്ലാം ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യകളാണ് ആ സംഖ്യയുടെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് എണ്ണൽ സംഖ്യകളെല്ലാം 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 2, 4, 6, 8. ശരിയാണല്ലോ. ഇപ്പൊ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 1, 2, 3, 4 ഇതൊക്കെ നമ്മൾ എണ്ണി പോകുന്ന എണ്ണൽ സംഖ്യകളാണ്. അപ്പൊ എണ്ണൽ സംഖ്യകളെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു. ഇപ്പൊ 1 × 2 എന്ന് പറയുന്നത് 2 ആണ്. 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. 3 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. 4 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. ശരിയാണല്ലോ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എണ്ണസംഖ്യകളെല്ലാം 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ ആണ് 2, 4, 6, 8 എന്നിങ്ങനെ പോകുന്ന സംഖ്യകൾ അല്ലേ. ഈ സംഖ്യകളെല്ലാം 2ന്റെ ഗുണിതങ്ങളാണ്. അതെല്ലോ, ഇതൊക്കെ ആരുടെ ഗുണിതങ്ങളാണ്? 2ന്റെ ഗുണിതങ്ങളാണ്. എണ്ണൽ സംഖ്യയെല്ലാം 3 കൊണ്ട് ഗുണിച്ചാൽ 3, 6, 9, 12 എന്നിങ്ങനെ കിട്ടും അല്ലേ. ശരിയാണോ? 1 × 3 എന്ന് പറയുന്നത് 3 ആണ്. 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. 4 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. 5 × 3 എന്ന് പറയുന്നത് 15 ആണ്. ആണല്ലോ. ഇതെല്ലാം എന്തിന്റെ ഗുണിതങ്ങളാണ്? 3ന്റെ ഗുണിതങ്ങളാണ്. 4ന്റെ ഗുണിതങ്ങളോ ഒന്ന് പറഞ്ഞേ. 4ന്റെ ആകുമ്പോൾ എങ്ങനെ വരും? 1 × 4 എന്ന് പറയുന്നത് 4, 2 × 4 എന്ന് പറയുന്നത് 8, ഇനി 3 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 12, 4 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 16. ഇതെല്ലാം ആരുടെ ഗുണിതങ്ങളാണ്? 4ന്റെ ഗുണിതങ്ങളാണ്. റെഡിയാണോ? അതെ അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്ത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാവേ. 2ന്റെയും 4ന്റെയും ഗുണിതങ്ങൾ ഒത്തു നോക്കുക. ഓക്കെ, അപ്പൊ നോക്കാം കേട്ടോ. 2ന്റെ ഗുണിതങ്ങൾ 2 തുടങ്ങും. 4, 6, 8, 10, 12, 14, 16, 18, 20 എന്നിങ്ങനെ പോകുന്നു. ശരിയല്ലേ. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. 4ന്റെ ഗുണിതങ്ങൾ 4 ഉണ്ട്. 8, 12, 16, 20, 24, 28 എന്നിങ്ങനെ പോകുന്നു അല്ലേ. ഇനി നോക്കിക്കേ, 4ന്റെ ഗുണിതങ്ങളെല്ലാം 2ന്റെ ഗുണിതങ്ങളുടെ കൂട്ടത്തിലില്ലേ? ഉണ്ട് അല്ലേ. 4ന്റെ ഗുണിതമാണ് ആരെന്ന് പറയുന്നത്? 4 അല്ലേ. ഇത് 2ന്റെ ഗുണിതത്തിലുണ്ട്. 4ന്റെ ഗുണിതമാണ് 8. ഇത് 2ന്റെ കൂട്ടത്തിലുണ്ട്. ശരിയാണോ? അതേപോലെ 2ന്റെ ഗുണിതമാണ് 12. അത് 4ന്റെ ഗുണിതത്തിന്റെ കൂട്ടത്തിലുണ്ട്. ഇനി 2ന്റെ ഗുണിതമാണ് 16. അത് 4ന്റെ ഗുണിതത്തിന്റെ കൂട്ടത്തിലുണ്ട്. ആണോ? അതെ അല്ലേ. ഇനി 4 = അല്ലെങ്കിൽ 4 = 2 × 2 ആയതിനാൽ 4ന്റെ ഗുണിതങ്ങളെല്ലാം 2ന്റെ ഗുണിതമായും എഴുതാവുന്നതാണല്ലോ. അതെ അല്ലേ. ഇപ്പൊ 4 × 1 എന്ന് പറയുന്നത് 4 ആണ്. 2 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 4 × 2 8 ആണ്. 2 × 4 എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്തു? ഇനി അടുത്ത് നോക്കി. 4 × 3 12 ആണ്. 2 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ് അല്ലെ. അപ്പൊ 2ന്റെ ഗുണിതം ആയിക്കോട്ടെ, അതേപോലെ 4ന്റെ ഗുണിതം ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെന്താണ്? കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് അടുത്ത് നോക്കാം കേട്ടോ. ഇതേപോലെ 6 എന്ന സംഖ്യ 2ന്റെയും 3ന്റെയും ഗുണിതമാണല്ലോ. അതെ അല്ലേ. അപ്പൊ ഞാൻ ഇപ്പൊ പറയണേ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. 2ന്റെ ഗുണിതമാവുന്നത് എങ്ങനെയാ? 3 × 2 എന്ന് പറയുന്നത് 6 ആണല്ലോ. അതെ അല്ലേ. ഇനി അതേപോലെ തന്നെ 3ന്റെ ടേബിളിലും ആരുണ്ട്? 6 ഉണ്ട്. ഏതാണ് 3ന്റെ ടേബിളില്? ഇങ്ങനെ പറയാം അല്ലേ. 3 × 2 6 ആണ്. അതേപോലെ തന്നെ 2 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ശരിയല്ലേ. അപ്പൊ 2, 6 എന്ന് പറയുന്നത് 2ന്റെ ടേബിൾ ഗുണിത ടേബിളിലും ഉണ്ട്, 3ന്റെ ടേബിളിലും ഉണ്ട് അല്ലേ. ഇനി അടുത്ത എന്താണ്? ഇവിടെ 6ന്റെയും 6ന്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. 6 × 1 എന്ന് പറയുന്നത് 6 ആണ്. 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. 3 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പൊ 3 ആളെ ടേബിളിലും ഉണ്ട് അല്ലേ. 6ന്റെ ടേബിളിലും ഉണ്ട്, 3ന്റെ ടേബിളിലും ഉണ്ട്, 2ന്റെ ടേബിളിലും ആരുണ്ട്? 6 എന്ന് പറയുന്ന സംഖ്യ ഉണ്ട് കേട്ടോ.
ഓക്കെ, അങ്ങനെ ഇവർ കോമൺ ആയിട്ട് കണക്കാക്കുന്ന ഇവിടെ കൊടുത്തേക്കുന്നത് 6 × 2 എത്രയാണ്? 12. 2 × 6 12. 3 × 4 എന്താണ്? 12 ആണ്. 6 × 3 18. 2 × 9 18. 3 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കേട്ടോ. അപ്പോൾ പൊതുവെ എന്ത് പറയാം? ഒരു സംഖ്യയുടെ ഗുണിതത്തിന്റെ ഗുണിതങ്ങളെല്ലാം ആ സംഖ്യയുടെയും ഗുണിതങ്ങളാണ് അല്ലേ? ഒരു സംഖ്യയുടെ ഗുണിതത്തിന്റെ ഗുണിതങ്ങളെല്ലാം, ഒരു സംഖ്യയുടെ ഗുണിതത്തിന്റെ ഗുണിതങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ 6 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു സംഖ്യയുടെ ഗുണിതത്തിന്റെ ഗുണിതങ്ങളെല്ലാം ആ സംഖ്യയും ആ സംഖ്യയുടെയും ഗുണിതങ്ങളാണ് എന്നാണ് സൂചിപ്പിച്ചേക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നേ? ഗുണിതങ്ങളെ കുറിച്ച് പറഞ്ഞതെല്ലാം ഘടകങ്ങൾ ഉപയോഗിച്ചും പറയാം. ഇത് 5ാം ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 2ന്റെ ഒരു ഗുണിതമാണ് 4 എന്ന് പറയുന്നത്. 4ന്റെ ഘടകമാണ് ആര്? 2 എന്ന് പറയുന്നത്. 2ന്റെയും 3ന്റെയും ഗുണിതമാണ് 6 അല്ലെ? 6ന്റെ ഘടകമാണ് ആര്? 2ഉം 3ഉം. അപ്പൊ ഒരു പൊതുതത്വം പറയുന്നുണ്ട്, ഒരു സംഖ്യയുടെ ഗുണിതങ്ങളെല്ലാം അതിന്റെ ഏത് ഘടകത്തിന്റെയും ഗുണിതങ്ങളാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞ 6ന്റെ ഗുണിതങ്ങളാണ് ആരെന്ന് പറയുന്നത്? 2ഉം 3ഉം എന്ന് പറയുന്നത്. 2 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ് അല്ലെ? ഇപ്പൊ 2 അതേപോലെ മറ്റൊന്ന് പറയാൻ നമുക്ക് എന്ത് പറയാം? 2ഉം ഇതേപോലെ മുകളിൽ ഒന്നുകൂടെ ഒരു എക്സാമ്പിളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏതാണ്? ഇപ്പൊ 8ന്റെ ഘടകങ്ങളാണ് ആര്? 8ന്റെ ഘടകങ്ങളാണ് ആര്? 2ഉം 4ഉം. 4 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചേക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത പേജിലോട്ട് പോവേ. ചുവടെ പറയുന്ന ഗുണിതങ്ങളെല്ലാം മറ്റേതെല്ലാം സംഖ്യകളുടെ ഗുണിതമാണെന്ന് പറയാം. 8ന്റെ ഗുണിതങ്ങൾ, 10ന്റെ ഗുണിതങ്ങൾ, 12ന്റെ ഗുണിതങ്ങൾ. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാവേ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാവേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെ പറയുന്ന ഓരോന്നും ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. ശരിയായവ എന്തുകൊണ്ട് ശരിയാകുന്നു എന്ന് വിശദീകരിക്കണം. തെറ്റായവ എന്തുകൊണ്ട് തെറ്റുന്നു എന്നതിന് ഉദാഹരണവും കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 20ന്റെ ഗുണിതങ്ങളെല്ലാം 10ന്റെ ഗുണിതങ്ങളാണ്. ഇപ്പൊ നമ്മൾ 20ന്റെ ഘടകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് എഴുതാം? 10, 10ഉം 2 അല്ലെ? 10 × 2 എന്ന് പറയുന്നത് 20 ആണല്ലോ. അപ്പൊ 20ന്റെ ഒരു ഘടകമാണ് ആരെന്ന് പറയുന്നത്? 10 എന്ന് പറയുന്നത്. അപ്പൊ 20ന്റെ ഒരു ഘടകമായതുകൊണ്ട് തന്നെ 10ന്റെ ഗുണിതങ്ങളെല്ലാം ആരുടെയും ഗുണിതങ്ങളായിരിക്കും? 20ന്റെയും ഗുണിതങ്ങളായിരിക്കും. അപ്പൊ ഇതെന്താണ്? ശരിയാണ്. ഘടകമാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി 10ന്റെ ഗുണിതങ്ങളെല്ലാം 20ന്റെ ഗുണിതങ്ങളാണ് ആയിരിക്കുമോ? 10ന്റെ ഫാക്ടറിൽ 20 ഉണ്ടോ? അല്ലെ 10ന്റെ ഘടകത്തിൽ 20 ഉണ്ടോ? ഇല്ല. 10ന്റെ ഘടകം എന്ന് പറയുന്നത് 5 ഉണ്ട് അല്ലെ? 5 ഉണ്ട്. 5 × 2 ആണ് ആരെന്ന് പറയുന്നത്? 10 എന്ന് പറയുന്നത്. സോ ആണോ? അല്ല. അപ്പൊ ഇതെന്തല്ല? ഇത് എന്താണ്? തെറ്റാണ് കേട്ടോ. ശരിയല്ല, ഇത് തെറ്റാണ്. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. 15ന്റെ ഗുണിതങ്ങളെല്ലാം 5ന്റെ ഗുണിതങ്ങളാണ് അല്ലെ? അപ്പൊ 15ന്റെ ഫാക്ടർ എഴുതുമ്പോൾ നമുക്ക് എഴുതാം 3 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ് അല്ലെ? 3 × 5 എന്ന് പറയുന്നത് 15 ആണ്. സോ 15ന്റെ ഒരു ഫാക്ടർ ആണ് ആര്? 3ഉം 5ഉം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 5ന്റെ ഗുണിതങ്ങളെല്ലാം എന്തായിരിക്കും? 5ന്റെ ഗുണിതങ്ങളൊക്കെ 15ന്റെയും ഗുണിതമായിരിക്കും. സോ ഇതെന്താണ്? ശരിയാണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം അല്ലെ? നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. 15ന്റെ ഗുണിതങ്ങളെല്ലാം 3ന്റെ ഗുണിതങ്ങളാണ്. ആണോ?
ഇപ്പൊ നമുക്ക് 15ന്റെ ഘടകമാണോ 3 എന്ന് പറയുന്നത്? അതെ, കാരണം എന്താണ്? 15ന്റെ ഘടകമാണ് 3 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ് അല്ലെ. സോ എന്താ നമുക്ക് എന്ത് പറയാം? 15ന്റെ ഗുണിതങ്ങളെല്ലാം ആരുടെ ഗുണിതമാണ്? 3ന്റെ ഗുണിതമാണ്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. 3ന്റെ ഗുണിതങ്ങൾ പറയുമ്പോൾ 3 വരും, 6 വരും, 9 വരും, പിന്നെ 12 വരും, 15 വരും അല്ലെ. അപ്പൊ ഇതേപോലെ അതെ നമ്മുടെ 15 വരും. പിന്നെ അടുത്ത് എത്ര വരിക? 18 അല്ലെ. അടുത്തത് 18 വരും, 21 വരും, ഇങ്ങനെ പോലെ. 15ന്റെ ഗുണിതങ്ങളൊക്കെ വരിക 15 ഉണ്ടാവും, 30 ഉണ്ടാവും അല്ലെ. അപ്പൊ 30 അങ്ങനെയാണ് 15ന്റെ ഗുണിതങ്ങൾ വരിക. അപ്പൊ എന്താണ്? 3ന്റെ ഗുണിതങ്ങളെല്ലാം എന്താണ്? 15ന്റെയും കൂടെ ഗുണിതങ്ങളാണ്. അതെ അല്ലെ. അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. 15ന്റെ ഫാക്ടറിൽ 3 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത് ശരിയാണോ? ശരിയാണ് കേട്ടോ. ഇനി അടുത്തത് 5ന്റെ ഗുണിതങ്ങളെല്ലാം 15ന്റെ ഗുണിതങ്ങളാണ്. ആണോ? 5ന്റെ ഫാക്ടർ ആണോ? ആദ്യം കിടക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 5 ആണ്. 5ന്റെ ഫാക്ടർ ആണോ 15? അല്ല. 5ന്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 1ഉം 5ഉം മാത്രമാണ് അല്ലെ. അപ്പൊ 5ന്റെ ഫാക്ടർ അല്ല, അല്ലെങ്കിൽ ഘടകമല്ല. അതുകൊണ്ട് 5ന്റെ ഗുണിതങ്ങളെല്ലാം 15ന്റെ ഗുണിതം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇത് തെറ്റാണ് കേട്ടോ. അടുത്തത് 3ന്റെ ഗുണിതങ്ങളെല്ലാം 15ന്റെ ഗുണിതമാണ്. ആണോ? 3 എന്ന് പറയുന്ന സംഖ്യേന്റെ ഘടകമാണോ 15? അല്ല, ഇവിടെ ചെറിയ സംഖ്യയാണ് അല്ലെ. 5ന്റെ ഘടകമല്ല 15. അതേപോലെ 3ന്റെയും ഘടകമല്ല ആരെന്ന് പറയുന്നത്? 15 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതും എന്താണ്? തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് തരുന്ന സംഖ്യയുടെ ഘടകങ്ങളാണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, 20ന്റെ ഘടകമാണ് 10. അതുകൊണ്ട് എന്താണ്? നമുക്ക് ശരിയായ ഗുണിതമാണ് എന്ന് പറയാം. 10ന്റെ ഘടകമല്ല, 10ൽ ആരില്ല? ഘടകത്തിൽ 20 ഇല്ല. സോ അതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. 15ന്റെ ഘടകമാണ് 5. അതുകൊണ്ട് നമുക്കിത് ശരിയാണെന്ന് പറയാം. ഇനി 15ൽ 3, 15ന്റെ ഘടകമാണ് 3. അതുകൊണ്ട് അതും ശരിയാണ്. 5ന്റെ ഘടകമല്ല 15. അതുകൊണ്ട് അത് തെറ്റാണ്. 3ന്റെ ഘടകമല്ല ആര്? 15. സോ അതും എന്താണ്? തെറ്റായ പ്രസ്താവന ാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം. അടിസ്ഥാന ഘടകങ്ങളിലോട്ടാണ് പോകുന്നത്. ഒരു സംഖ്യയെ ഘടകങ്ങളുടെ ഗുണനഫലമായി പലതരത്തിൽ എഴുതാം. ഇത്തരത്തിൽ 30നെ നോക്കാം. അപ്പൊ 30നെ എങ്ങനെയൊക്കെ എഴുതാം? 1 × 30, 2 × 15, 3 × 30, 5 × 6. ഇതൊക്കെ എന്താണ്? 30 ആണ്. ഇനി ഏതെങ്കിലും രീതിയിൽ എഴുതാൻ കഴിയുമോ? ഇവ ഓരോന്നിന്റെയും ഘടകങ്ങളുടെ ക്രമം മാറ്റാം. അതില് വലിയ കാര്യമില്ല. ശരിയാണല്ലോ. ഇപ്പൊ 6 × 5 എന്ന് എഴുതാം, 10 × 3 എഴുതാം, 15 × 2 എഴുതാം. ഇത് നേരെ തിരിച്ചിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 30 ആക്കാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? 2 ഘടകങ്ങൾക്ക് പകരം 3 ഘടകങ്ങളുടെ ഗുണനഫലമായി 30നെ എഴുതാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ എഴുതിയേക്കുന്നത് 2 × 15 എന്നൊക്കെയാണ് നമ്മൾ എഴുതിയേക്കുന്നത് അല്ലെ. ഇവിടെ എത്ര ഘടകങ്ങൾ വന്നിട്ടുണ്ട്? 2 പേരെ വന്നിട്ടുള്ളൂ. അത് 3 ആക്കി എഴുതാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാ? 1 × 2 × 15. 2 × 1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. × 15 ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെ ആൻസർ കിട്ടും? 30 തന്നെ കിട്ടും. ശരിയാണോ? അതെ അല്ലെ. ഇനി അതേപോലെ ഒന്നും ഉപയോഗിക്കാതെ 3 ഘടകങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാവോ? എഴുതാം. ഇപ്പൊ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഏതാ? 6 × 5 എഴുതിയിട്ടുണ്ട് അല്ലെ. 6 × 5 എന്ന് പറയുന്നത് 6നെ നമുക്ക് എന്താക്കി മാറ്റാം? 2 × 3 ആക്കി മാറ്റാം അല്ലെ. 5 അതുപോലെ കൊടുത്താൽ മതി. അപ്പൊ 2 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 3 എന്ന് പറയുന്നത് 6. 6 × 5 എന്ന് പറയുന്നത് 30 തന്നെയാണ് അല്ലെ. അതേപോലെ ഇവിടെ 10 വന്നിട്ടുണ്ട്. 10 × 3 എന്ന് പറയുന്നത് അതിനെ നമുക്ക് എന്ത് എഴുതാം? 3 ആക്കി എഴുതാം. എങ്ങനെ എഴുതാമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. 30 = 10 × 3 ആണ് അല്ലെ. 10 എന്ന് പറയുന്നത് നമുക്ക് 5 × 2 × എത്ര എഴുതാം? 3. ഇതും എത്ര തന്നെയാണ്? 30 തന്നെയാണ് അല്ലെ. ഇവിടെ ചോദിച്ചിട്ടുണ്ട് വേറെ ഏതെങ്കിലും തരത്തിൽ എഴുതാൻ പറ്റുമോ? ക്രമം മാറ്റുകയല്ലാതെ, ക്രമം മാറ്റിയിട്ടല്ലാതെ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. 30 = എന്ത് എഴുതാം? 30 = 5 × 2 × 3 എന്ന് എഴുതാം അല്ലെ. 5 × 2 എന്ന് പറയുന്നത് 10 ആണ്. × 3 എന്നും കൂടി എഴുതി കഴിഞ്ഞാൽ സാധനം സെറ്റായി അല്ലെ. ഒന്നും ഉപയോഗിക്കാതെ ഏതെങ്കിലും ചെറിയ ഘടകങ്ങളാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? 2ഉം 1ഉം 2ഉം അല്ലാതെ വേറെ ഘടകങ്ങളുണ്ടോ? 3ഉം 5ഉം എന്നീ സംഖ്യകളിലും ഇതുപോലെയല്ലേ. അതായത് 2ഉം 3ഉം 5ഉം എന്നീ സംഖ്യകളുടെ ഘടകങ്ങൾ 1ഉം ആ സംഖ്യയും മാത്രമാണ്. ശരിയാണ് അല്ലെ. ഇപ്പൊ 2, 3, 5. 2 എന്ന് പറയുന്നത് 1 × 2 അല്ലാതെ വേറെ ഏത് സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാലും നമുക്ക് എത്ര കിട്ടൂല? 2 കിട്ടൂല. ആണല്ലോ. ഇത് 3 എന്ന് പറയുന്നത് 1 × 3 അല്ലാതെ വേറെ ഏത് സംഖ്യകളെ എടുത്ത് ഗുണിച്ചാലും 3 കിട്ടൂല. അതേപോലെ 5 എടുത്തു കഴിഞ്ഞാൽ 1 × 5 മാത്രമേ ഉള്ളൂ അല്ലെ. 1 × 3 എഴുതിയില്ലേ മിസ്?
ഓക്കെ, 1 × 5 ചെയ്താൽ എത്ര കിട്ടുള്ളൂ? 5 കിട്ടുള്ളൂ. വേറെ ഏത് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലും നമുക്ക് എത്ര കിട്ടൂല? 5 കിട്ടൂല. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതുപോലെയുള്ള മറ്റൊരു സംഖ്യ പറയാമോ? 6 ഇത്തരം സംഖ്യ ആണോ? ആണോ? ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ചേ. 6 എന്ന് പറയുന്നത് മിസ് പറയാവേ, 6 എന്ന് പറയുന്നത് നമുക്ക് കളർ ചേഞ്ച് ആക്കാം. ഇപ്പൊ 6 എന്ന് പറയുന്നത് 3 × 2 എത്രയാണ്? 6 ആണ്. ശരിയല്ലേ? ഇനി അടുത്തത് 1 × 6 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 6 ആണ്. സോ 3 × 2 ഗുണിച്ചാൽ 6 കിട്ടും. 1 × 6 ചെയ്താലും 6 കിട്ടും അല്ലേ? അപ്പൊ അത് പറ്റൂല, 6 നമുക്ക് എടുക്കാൻ പറ്റൂല. ഇനി 7 എന്ന് പറയുന്നത് 7 = 1 × 7 അല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യകൾ നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ 7 കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ ശ്രദ്ധിച്ചോട്ടോ. 1 2 3 5 7 11 13 17 19 ഈ സംഖ്യകൾ നിർബന്ധമായിട്ടും ആലോചിച്ച് വെക്കണം കേട്ടോ. ഇതില് ഇത്തരം സംഖ്യകളിൽ 1 ഒഴികെയുള്ള സംഖ്യകളെല്ലാം അഭാജ്യ സംഖ്യകൾ എന്നാ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും കേട്ടോ. അപ്പോൾ 1 ആവശ്യമില്ല, 2 മുതൽ അങ്ങോട്ട് പഠിച്ചാൽ മതി. ഓക്കെ, 2 3 അതേപോലെ 5 7 11 13 17 19 നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഇവരെയൊക്കെ ടേബിളിൽ എവിടെയെങ്കിലും റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അത്രയും ആലോചിച്ചാൽ മതി കേട്ടോ. ഈ സംഖ്യകളൊക്കെ എന്ത് സംഖ്യകൾ എന്നാ വിളിക്കുന്നത്? അഭാജ്യ സംഖ്യകൾ എന്നാ വിളിക്കുന്നത്. 1 ഒന്നിനേക്കാൾ വലിയ ഒരു എണ്ണൽ സംഖ്യയുടെ ഘടകങ്ങൾ 1ഉം ആ സംഖ്യയും മാത്രമാണെങ്കിൽ ആ സംഖ്യയെ അഭാജ്യ സംഖ്യ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ 2 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1ഉം 2ഉം മാത്രമാണ്. അങ്ങനത്തെ സംഖ്യകളെയാണ് നമ്മൾ എന്ത് സംഖ്യകൾ എന്ന് വിളിക്കുന്നത്? അഭാജ്യ സംഖ്യകൾ. ഒന്നിനേക്കാൾ വലിയ സംഖ്യകളിൽ അഭാജ്യ സംഖ്യ അല്ലാത്തവയെ ഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കുന്നു. അഭാജ്യ സംഖ്യ അല്ലാത്ത പേര് നമുക്ക് ഏതൊക്കെ പറയാം? 4 അഭാജ്യ സംഖ്യ അല്ല, 6 അഭാജ്യ സംഖ്യ അല്ല, 8 അഭാജ്യ സംഖ്യ അല്ല, 9 അല്ല, 10 അല്ല. ഇതൊന്നും എന്തല്ല? അഭാജ്യ സംഖ്യ അല്ല. അഭാജ്യ സംഖ്യ അല്ലാത്തത് എന്താണ്? ഭാജ്യ സംഖ്യകളാണ്. ഉദാഹരണം ഇവിടെ തന്നെ 6 കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് ഒരു സംഖ്യയെ 2 സംഖ്യകളുടെ ഗുണനഫലമായി എഴുതി കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ അതിനെ വീണ്ടും മറ്റ് 2 സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാം. ഗുണിക്കുന്ന സംഖ്യകളെല്ലാം അഭാജ്യ സംഖ്യകൾ ആകുന്നത് വരെ ഇത് തുടരാം. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് താഴോട്ട് കൊടുത്തിട്ടുണ്ടാവേ. ഓക്കെ, അതായത് കൊടുത്തിട്ടുണ്ട്. ഏത് ഭാജ്യസംഖ്യയും അഭാജ്യ സംഖ്യയുടെ ഗുണനഫലമായി പിരിച്ചെഴുതാം. അങ്ങനെ വെച്ചാൽ എന്താ? ഏത് ഭാജ്യസംഖ്യയും അഭാജ്യ സംഖ്യയുടെ ഗുണനഫലമായിട്ട് പിരിച്ചെഴുതാന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ 10 എന്ന് പറയുന്നത് ഒരു ഭാജ്യസംഖ്യയാണ്. ഓക്കെ, ഭാജ്യസംഖ്യ എന്ന് വെച്ചാൽ എന്താ? അഭാജ്യ സംഖ്യ അല്ലാത്തൊക്കെ ഭാജ്യസംഖ്യയാണ് അല്ലെ? അപ്പം ഈ 10 എന്ന് പറയുന്നത് മിസ് 5 × 2 എഴുതി. എടാ, 5 എന്ന് പറയുന്നത് എന്താ? അഭാജ്യ സംഖ്യയാണ്. 2 എന്ന് പറയുന്നത് എന്താ? അഭാജ്യ സംഖ്യയാണ്. ശരിയാണോ? അപ്പോൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. 10 എന്ന് പറയുന്ന ഒരു ഭാജ്യസംഖ്യയെ 2 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാം. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞേ. മറ്റേതെങ്കിലും എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതെങ്കിലും എക്സാമ്പിൾ കിട്ടുമെന്നോ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് അറിയിക്കുക കേട്ടോ. ആദ്യം 60 എന്നുള്ളത് 2 × 30 എന്നെഴുതി തുടങ്ങാം. ഇതിലെ 30നെ 2 × 15 എന്ന് എഴുതാം. അവസാനമായി 15നെ 3 × 5 എന്നെഴുതാം. അപ്പൊ അവിടെ ആ ചെയിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചെയിൻ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ്? ആദ്യം 60 എഴുതി. ഓക്കെ, ഏറ്റവും ടോപ്പിൽ ഒരു വട്ടം ഇട്ടിട്ട് 60 എഴുതി. 60 നമുക്ക് 2 × 30 ആക്കാലോ, 30നെ വീണ്ടും 2 × 15 ആക്കാലോ, 15നെ 3 × 5 ആക്കാലോ. ഈ ലാസ്റ്റ് വന്നേക്കുന്ന 3ഉം 5ഉം എന്താണ്? അഭാജ്യ സംഖ്യകളാണ്. ആണല്ലോ? അതെ അല്ലേ? ഇനി നെക്സ്റ്റ് അടുത്ത നോക്കിക്കേ. ഇതുപോലെ 84നെ അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാന്ന് നോക്കുക. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിനെ പിരിച്ചെഴുതുന്നത് കേട്ടോ. മീൻസ് ആദ്യം 84 എന്ന് ടോപ്പിൽ കൊടുത്തു. 84നെ ഏതൊക്കെ 2 സംഖ്യകൾ ഗുണിച്ചാലാ കിട്ടുക? 2ഉം അതേപോലെ തന്നെ 42 ഗുണിച്ചാൽ എത്രയാണ്? 84 ആണ്. അതെ, ഇനി 42 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. 2ഉം അതേപോലെ തന്നെ 21 ഗുണിച്ചാൽ എത്രയാണ്? 44 ആണ്. 44 അല്ല, 42 ആണ്. ഇനി 21 എന്ന് പറയുന്നത് ഏതാണ്? 3ഉം 7ഉം കൂടെ ഗുണിച്ചാലാണ് എത്ര കിട്ടുക? 21 കിട്ടുക. ഈ ലാസ്റ്റ് വന്നേക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാ നോക്കിക്കേ. അതും എന്താണ്? അഭാജ്യ സംഖ്യകളാണ്. റെഡി അല്ലേ? ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 2 × 42 84 ആണ്. ആണല്ലോ? ഇനി അടുത്ത എന്താണ്? 2 × 21 അതും എത്ര തന്നെയാണ്? 84 തന്നെ കിട്ടും അല്ലേ? ശരിയാണോ? ഈ ആദ്യത്തെ 2 ഇങ്ങോട്ട് ഇറക്കി പോകുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് ഈ 2 ഇങ്ങോട്ട് ഇറക്കി എഴുതി. ഈ 2 അതുപോലെ ഇറക്കി എഴുതി. 21 ആണ് കിട്ടുന്നത്. 3 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21 ആണ്. അപ്പൊ ലാസ്റ്റ് എത്ര വരും? 2 × 2 × 3 ×
7 എന്ന് പറയുന്നത് എത്രയാണ്? 84 കേട്ടോ. ഇനി അതിൻ്റെ പിക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്, മിസ് ആദ്യം തന്നെ വരച്ച് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചുവടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇതേ രീതിയിൽ ചുവടെയുള്ള സംഖ്യകൾ ഓരോന്നിലും അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് പിരിച്ചെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. സിമ്പിൾ അല്ലേ? നമുക്ക് അങ്ങോട്ട് പിരിച്ചെഴുതി നോക്കിയാലോ? പെട്ടെന്ന് നോക്കിയോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 24 ആണ്. ശരിയാണല്ലോ? അപ്പോൾ ഇതേപോലെ നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ 24 ഈസ് ഈക്വൽ ടു, ഒന്ന് ആലോചിച്ച് നോക്കി ഏതൊക്കെ സംഖ്യകളാണ്? 2 × 12 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ഇനി മിസ് 2 അതുപോലെ ഇറക്കി എഴുതി കേട്ടോ. ഇനി 12നെ നമുക്ക് എന്താക്കി മാറ്റാം? ഫാക്ടർ ആക്കി മാറ്റാം അല്ലേ? അപ്പോൾ 12 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. ഇനി മിസ് 2 അതുപോലെ ഒന്നും ചെയ്തില്ല, ഇറക്കി എഴുതി. ഈ 2 ഒന്നും ചെയ്തില്ല, ഇറക്കി എഴുതി. ഇനി 6 എന്ന് പറയുന്നത് 2 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. അവസാന നമ്പറിന്റെ മാത്രം നമ്മൾ കട്ട് ചെയ്ത് താഴോട്ട് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത എത്രയായിരുന്നു? 30. അപ്പോൾ ഇത് ഫാക്ടേഴ്സ് ഒന്നുകൂടെ ഇറക്കി എഴുതാവേ. 24 ഈസ് ഈക്വൽ ടു 2 × 2 × 2 × 3 ആയിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എത്രയായിരുന്നു? 35 ആയിരുന്നു അല്ലേ? ഓക്കെ, ഇതിങ്ങനെയും വേണേ എഴുതാം കേട്ടോ. 24 ആദ്യം എഴുതി, അത് കഴിഞ്ഞിട്ട് 24 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 12 ആണ്. ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളേ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അടുത്തത് 2ഉം അതേപോലെ 6ഉം ആണ് 12. പിന്നെ അടുത്തത് 6 എന്ന് പറയുന്നത് 2ഉം പിന്നെ എത്രയാണ്? 3ഉം കൂടെ ചേർന്നതാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ് കേട്ടോ. അടുത്തത് 35 ആണ്. ഇതേപോലെ എഴുതാലോ. അപ്പം 35. ഓക്കെ, അപ്പം നമ്മുടെ 35ൻ്റെ പ്രത്യേകത ഉണ്ട്. 5 × 7. അപ്പം നമ്മൾ പ്രൈം നമ്പർ പഠിച്ചപ്പോൾ ഏതൊക്കെയാണ് പഠിച്ചായിരുന്നേ? 2 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ 5, 7, 11 അല്ലേ, 13. ഇതൊക്കെയാണ് നമ്മുടെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 5 × 7 എന്ന് പറയുന്നത് 5ഉം 7ഉം എന്താണ്? പ്രൈം നമ്പർ ആണ് അല്ലെ? രണ്ടുപേരും അഭാജ്യ സംഖ്യകളാണ്. സോ ഭാജ്യ സംഖ്യകൾ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും അതിനെ നമുക്ക് ചെറുതാക്കി പോകാൻ പറ്റുമോ? ഇല്ല. സോ എവിടെ നിർത്തണം? 5 × 7 നിർത്തണം കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 36 ആയിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ്? 36. അപ്പം 36 എന്ന് വരുമ്പോൾ നമുക്ക് ഏതെടുക്കാം? 2 × 18 എടുക്കാം. 2 × എത്ര എടുക്കാം? 18. ഇനി 2 എന്ന് പറയുന്ന ഒരു അഭാജ്യ സംഖ്യയും 18 എന്ന് പറയുന്നത് എന്താണ്? ഭാജ്യ സംഖ്യയാണ്. അപ്പൊ 2 × 18 എന്നുള്ളത് മിസ് എന്താക്കി? 9. 2 × 9 എന്ന് എഴുതി. ഓക്കെ, റെഡിയാണോ? ഇനി 9, 2 2 എന്ത് തന്നെയാണ്? നമ്മുടെ അഭാജ്യ സംഖ്യ തന്നെയാണ് അല്ലേ? 9 മാത്രമാണ് അവിടെ ഭാജ്യ സംഖ്യ ഉള്ളത്. അപ്പം മിസ് ഈ 2 അതുപോലെ ഇറക്കി എഴുതി, അടുത്ത 2 അതുപോലെ ഇറക്കി എഴുതി. ഇനി അടുത്ത എന്താണ്? 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 3 × 3 എന്ന് എഴുതാമല്ലോ അല്ലേ? 3 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 9 തന്നെയാണ്. ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ എത്ര തന്നെ കിട്ടും? 36 തന്നെ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചൂടെ നോക്കാം. ആദ്യം മിസ് 36 മുകളിൽ വരച്ചു, അതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിലൊന്നിൽ എത്രയാണ്? 2 ഉണ്ട്. നെക്സ്റ്റ് അടുത്തതിൽ എത്രയാണ്? 18 ഉണ്ട്. ഇനി 18 എന്ന് പറയുന്നത് അതെ എത്രയാണ്? 2ഉം 9ഉം കൂടെ ചേർന്നതാണ്. ഇനി 9 എന്ന് പറയുന്നത് എത്രയാണ്? 3ഉം ഇത് എത്രയാണ്? 3ഉമാണ്. 3 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 60 അല്ലേ? ഓക്കെ, 60 അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അത് ഇതേപോലെ ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത്? 2 × 30. 2 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. 30 എന്ന് പറയുന്നത് എന്ത് സംഖ്യയാണ്? ഭാജ്യ സംഖ്യയാണ് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാം. 2 × 2 × 15. 30 എന്ന് പറയുന്നത് 2 × 15 ആണ് അല്ലേ? അപ്പോൾ 15 എന്ന് എഴുതിയേ. ഇനി 2 × 2 അതുപോലെ ഇറക്കി എഴുതി. 15 എന്ന് പറയുന്നത് 3 × 5 എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. അപ്പോൾ ലാസ്റ്റ് 2, 3ഉം 5ഉം എന്ത് സംഖ്യകളാണ്? അഭാജ്യ സംഖ്യകളാണ്. സോ അവിടെ വെച്ചിട്ട് അങ്ങ് നിർത്തി കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ചെയിനോട് ഒന്ന് വരച്ചേക്കാം. ആദ്യം മിസ് 60 മുകളിൽ വരച്ചു, ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 വന്നു, അതേപോലെ എത്രയും വന്നു? 30ഉം വന്നു കേട്ടോ. നെക്സ്റ്റ് അടുത്ത എത്രയൊക്കെയാന്ന് പറഞ്ഞേ? അടുത്ത ഏതൊക്കെ വരും? 2ഉം പിന്നെ ഇവിടെ 15ഉം വരും അല്ലേ? ഇനി 15നെ വീണ്ടും ഡിവൈഡ് ചെയ്താൽ ഏതൊക്കെ വരിക? 3ഉം അതേപോലെ തന്നെ 5ഉം എഴുതുക കേട്ടോ. 2ഉം അഭാജ്യ സംഖ്യകൾ തന്നെയാണല്ലോ. അതെ അല്ലേ? 3ഉം 5ഉം അഭാജ്യ സംഖ്യകളാണ്. ഇനി അടുത്തത് 100 ആണ്. 100ന്റെ നമുക്ക് എങ്ങനെ എഴുതാന്ന് പറഞ്ഞേ? 2 × 50.
അല്ലെ. അതിൽ 2 എന്ന് പറയുന്നത് അഭാജ്യസംഖ്യയും അതേപോലെ തന്നെ അടുത്ത ആരാണ്? അടുത്തത് നമ്മൾ 50 എന്ന് പറയുന്നത് ഒരു ഭാജ്യസംഖ്യയാണ്. അപ്പൊ 50നെ നമുക്ക് എന്താക്കി മാറ്റാം? ഈ 2 അതുപോലെ ഇറക്കി എഴുതാം. 2 × 25 ആക്കി മാറ്റാം. റെഡിയാണോ? അടുത്തത് എങ്ങനെ എഴുതാം? 2 × 25നെ ഏതൊക്കെ സംഖ്യകളാക്കി മാറ്റാം? 5 × 5. 5ഉം 5ഉം എന്ത് തന്നെയാണ്? 2 അഭാജ്യ സംഖ്യകൾ തന്നെയാണ്. അപ്പൊ ഇതിനെ വീണ്ടും നമുക്ക് ഇങ്ങനെ എഴുതാം. 100. ആദ്യം 100 എഴുതി, പിന്നെ മിസ് ഏതൊക്കെ എഴുതി? 2 എഴുതി. ഇവിടെ ഏതൊക്കെയാണ്? 2 × 25 അല്ലെ. 2 × 25 എഴുതി. ഇനി 25 നമുക്ക് രണ്ടാക്കാലോ? ഏതൊക്കെയാണ്? 5ഉം 5ഉം. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് രണ്ട് സംഖ്യകളെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി പിരിച്ചെഴുതാൻ കഴിഞ്ഞാൽ ഈ സംഖ്യകളുടെ ഗുണനഫലത്തെയും ഇങ്ങനെ പിരിച്ചെഴുതാൻ എളുപ്പമാണ്. ഉദാഹരണമായിട്ട് 12ഉം 30നെയും എങ്ങനെ പിരിച്ചെഴുതാം? 12 എന്ന് പറയുന്നത് 2 × 2 × 3 ശരിയാണ് അല്ലേ. അപ്പൊ 2 × 3 എന്ന് പറയുന്നത് 6ആണ്. 6 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. 30 2 × 3 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. അപ്പൊ 12 × 30നെ പിരിച്ചെഴുതാമോ? എഴുതാം അല്ലെ. എങ്ങനെയാണ്? 30 എന്ന് പറയുന്നത് 12 × 30 ആണ്. അപ്പൊ 12ന്റെ 2ഉം 2ഉം 3ഉം ഓൾറെഡി നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. 30 എന്ന് പറയുന്നത് 2ഉം 3ഉം 5ഉം ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. അത് എത്ര ഉണ്ട് നോക്കുക? 1 2 3. ആദ്യം 3 2നെ എഴുതി. ഇനി 3 2 3നെയും ഒരു 5നെയും കൂടി എഴുതി കഴിഞ്ഞാൽ ആൻസർ അങ്ങോട്ട് സെറ്റ് ആയി കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തതിലേക്ക് പോയാലോ. അടുത്ത എന്താണ്? മറിച്ച് ഒരു സംഖ്യയെ ഇങ്ങനെ പിരിച്ചെഴുതാൻ ആദ്യം ഏതെങ്കിലും 2 ഘടകങ്ങളായി പിരിച്ചെഴുതിയ ശേഷം ഓരോന്നിന്റെയും അഭാജ്യ സംഖ്യകളുടെ ഗുണഫലമായി എഴുതി രണ്ടും ചേർത്ത് എഴുതിയാൽ മതി. ഇപ്പൊ 90 എന്ന് പറയുന്നത് 9 × 10 ആണ്. അതേലോ. ഇനി 9നെയും 10നെയും അഭാജ്യ സംഖ്യകളുടെ ഗുണഫലമായിട്ട് എഴുതാം. 9 എന്ന് പറയുന്നത് 3 × 3 ആണ്. ഈ 9നെയാണ് നമ്മൾ എന്താക്കിയേക്കുന്നത്? 3 × 3. ഈ 10നെയാണ് എന്താക്കിയേക്കുന്നത്? 2 × 5 ആക്കിയേക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തത് 90നെ എങ്ങനെ പിരിച്ചെഴുതാം? 90 എന്ന് പറയുന്നത് 9 × 10 ആണ്. 9നെ 3 × 3 എന്ന് എഴുതി. 10നെ 2 × 5 എന്ന് എഴുതി. ഇനി എന്താണ്? അറേഞ്ച് ചെയ്ത് 2നെ ആദ്യം എഴുതി. അടുത്ത സംഖ്യ 3 ആണ്. 3 ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഉണ്ട്. ലാസ്റ്റ് 1 എത്ര എഴുതി? 5ഉം കൂടി എഴുതി അങ്ങോട്ട് സെറ്റ് ചെയ്തു കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. അടുത്ത എന്താണ്? അതേപോലെ ചുവടെയുള്ള സംഖ്യകളെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഫസ്റ്റ് വൺ എത്രയാണ്? 72 ആണ് അല്ലേ. ഫസ്റ്റ് വൺ എത്രയാണ്? 72 ആണ്. അപ്പൊ നമുക്ക് ആദ്യം എത്രേനെ ചെയ്യാം? 72നെ ചെയ്യാം കേട്ടോ. അപ്പൊ 72നെ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ 72 എന്ന് പറയുന്നത് 2 × 36 ആണ് 72 അല്ലെ. 2 × 36 ആണ് എത്ര എന്ന് പറയുന്നത്? 72 എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ വീണ്ടും നമുക്ക് എഴുതാം. 2 അതുപോലെ ഇറക്കി എഴുതാം. 36 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 18 ആണ്. ശരിയാണോ? ഇനി വീണ്ടും അതിനെ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? 2 അതുപോലെ ഇറക്കി എഴുതാം. 2 ഇറക്കി എഴുതാം. 18 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 9 ആണ്. ആണല്ലോ. ഓക്കെ. 9നെ വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാം? 2 അതുപോലെ എഴുതുക. 2 എഴുതുക. 2 എഴുതുക. 9 എന്ന് പറയുന്നത് എത്രയാണ്? 3 × 3 ആണ്. നേരത്തെ പഠിച്ച പോലെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുത്തണ്ട. ഇതേപോലെ എഴുതി അങ്ങോട്ട് എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എത്രയാന്ന് നോക്കിക്കേ. അടുത്തത് 105 ആണ് അല്ലേ. അപ്പൊ 105 നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം കേട്ടോ. 105 ആണ്. അപ്പൊ ഏതൊക്കെ സംഖ്യകൾ നമ്മൾ ഗുണിച്ചാലാ 105 കിട്ടുക എന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. അപ്പൊ 105 എന്ന് പറയുന്നത് നമ്മുടെ 3ഉം 35 ഗുണിച്ചാൽ എത്ര കിട്ടും? 3 × 35 എന്ന് പറയുന്നത് എത്രയാണ്? 105 ആണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് 3 അതുപോലെ ഇറക്കി എഴുതാം. 35 എന്ന് പറയുന്നത് ഏതാണ്? 5 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. റെഡി അല്ലേ? അപ്പൊ ഇവിടെ ഈ 3 എന്ന് പറയുന്നതും എന്ത് സംഖ്യയാണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. 5 എന്ന് പറയുന്നതും അഭാജ്യ സംഖ്യയാണ്. 7 എന്ന് പറയുന്നതും എന്ത് സംഖ്യ തന്നെയാണ്? അഭാജ്യ സംഖ്യ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? 5 അതേപോലെ 7ഉം 3ഉം ഒക്കെ ഇതിന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകാം കേട്ടോ. അടുത്ത എത്രയാണ് നോക്കിക്കേ. അടുത്തത് 104 ആണ് കേട്ടോ. 104 അല്ല, 144 കേട്ടോ. അപ്പൊ 144 നമുക്ക് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞേ. 2 × 72 ആണ് 144. ഇതൊക്കെ ജസ്റ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്തത് 2 അതുപോലെ എഴുതി. 72 എന്ന് പറയുന്നത് 2നെയും 36നെയും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 72 എന്ന് കിട്ടും കേട്ടോ. ഇനി ഈ 2 അതുപോലെ ഇറക്കി എഴുതാം. 2 അതുപോലെ ഇറക്കി എഴുതാം. 36 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2 × 18. അത് നമ്മൾ നേരത്തെ ചെയ്തല്ലോ അല്ലെ. ഇനി അടുത്ത എങ്ങനെ എഴുതാം? 2 അതുപോലെ എഴുതി. 2 എഴുതി. 2 എഴുതി. ഇനി 18 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 9 ആണ്.
ഓക്കെ, ഇനി 9നെ വീണ്ടും ചെറുതാക്കാലോ. എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ് എന്തെന്ന് പറയുന്നത്? 9 എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് ഒരു ക്വസ്റ്റിനോട് 1-2 ക്വസ്റ്റിനോട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അടുത്തത് 330 ആണ്. അടുത്തത് 330 ആണ്. അപ്പോൾ 330 എന്ന് പറയുന്നത് ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് 330 കിട്ടുക എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ 2 ഇൻറ്റു 165 ആണ്. 2 ഇൻറ്റു എത്രയാണ്? 165. ഈ 330നെ 2 കൊണ്ടൊന്ന് ഹരിച്ച് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഈ 165 കിട്ടും കേട്ടോ. ഓക്കെ, അടുത്ത എങ്ങനെയാ? 2 ഇൻറ്റു ഇനി 165 ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 165 കിട്ടും എന്ന് നമുക്കറിയണം അല്ലേ? അപ്പം ലാസ്റ്റ് സംഖ്യ 5 ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? 3 ഇട്ട് അങ്ങോട്ട് ഗുണിച്ച് നോക്കിയാൽ 3 ഇട്ട് ഹരിച്ച് നോക്കിയാൽ പിടി കിട്ടും കേട്ടോ. അപ്പം 3 ഇൻറ്റു എത്ര വരും? 55 എന്ന് വരും കേട്ടോ. 3 ഇൻറ്റു എത്രയാണ്? 55. ഇനി 55നെ നമുക്ക് എന്ത് ചെയ്യണം? ചെറുതാക്കണം അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു അപ്പോൾ 55നെ നമുക്ക് എന്ത് ചെയ്യാം? 55നെ നമുക്ക് എന്ത് ചെയ്യാം? 5 ഇൻറ്റു 11 അല്ലേ? 5നെ 11 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 55 ആണ്. സോ 5 ഇൻറ്റു 11. അപ്പം ഇവിടെ 5ഉം 11 ഇതൊക്കെ 5ഉം 11ഉം 3ഉം 2ഉം എല്ലാം എന്താണ്? ഭാജ്യസംഖ്യകളാണ്. സോ അവിടെ വെച്ച് അങ്ങോട്ട് നിർത്തിയാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തത് 900 ആണ് അല്ലേ? അടുത്തത് 900. ഓക്കെ, അപ്പോൾ 900 നമുക്ക് ഏതൊക്കെ സംഖ്യകൾ നമ്മൾ ഗുണിച്ചാലാണ് 900 കിട്ടുക? അത് സിമ്പിളായിട്ട് കിട്ടുമായിരിക്കും തോന്നുന്നു അല്ലേ? 2 ഇൻറ്റു 450 ആണ് കേട്ടോ. 2 ഇൻറ്റു എത്രയാണ്? 450 ആണ്. അപ്പം 2 ആദ്യം ഇറക്കി എഴുതുക കേട്ടോ. 2 ആദ്യം എന്ത് ചെയ്യുക? ഇറക്കി എഴുതുക. ഇനി 450നെ വീണ്ടും എങ്ങനെ ചെറുതാക്കാന്ന് വെച്ചാൽ 2 ഇൻറ്റു 225 ചെയ്താൽ മതി കേട്ടോ. 2 ഇൻറ്റു 225. വീണ്ടും ഈ 2 ഇറക്കി എഴുതുക, ഈ 2 ഇറക്കി എഴുതുക. 225 എന്ന് പറയുന്നത് ഏതൊക്കെ സംഖ്യകൾ നമ്മൾ ഗുണിക്കുമ്പോഴാണ് 225 കിട്ടുക എന്നറിയാം? 3ഉം 75ഉം ആണ് കേട്ടോ. 3 ഇൻറ്റു 75 എന്ന് പറയുന്നത് എത്രയാണ്? 225 ആണ്. അടുത്ത എത്രയാണ്? 2 അതുപോലെ ഇറക്കി എഴുതുക, 2 അതുപോലെ ഇറക്കി എഴുതുക, 3 അതുപോലെ ഇറക്കി എഴുതുക. 75 എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. 75 ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് 75 കിട്ടുന്നത്? 3 ഇൻറ്റു 25 ആണ്. റെഡിയാണോ? 3 ഇൻറ്റു എത്രയാണ്? 25. നല്ലൊരു ഇതിനെക്കുറിച്ച് നല്ലൊരു എന്താ പറയുക ചെയ്തൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, എന്നാലേ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് എന്ത് എഴുതാം? 2 അതുപോലെ ഇറക്കി എഴുതുക, 2 ഇറക്കി എഴുതുക, 3ഉം ഇറക്കി എഴുതുക. 25 എന്ന് പറയുന്നത് എന്താണ്? 5 ഇൻറ്റു 5 ആണ്. ഇനി അവിടെ വെച്ച് എന്ത് ചെയ്യുക? അങ്ങോട്ട് ക്ലോസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരാം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെടുക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഓക്കെ.